ഇന്ന് നമ്മളിന്ന് കണ്ണൂർ വരെ പോവുകയായിരുന്നു. അപ്പോൾ നിങ്ങളാരും ഇന്ന് കൂട്ടുന്നില്ല കേട്ടോ. അന്ന് നമ്മൾ രണ്ടാളും മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങളിന്ന് എന്താ ഞാൻ കൂട്ടാത്തതെന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും. അപ്പോൾ ഞാൻ പോയ വിശേഷം എന്തായാലും നിങ്ങളോട് പറയാം. ഇപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 8 മണിയെല്ലാകുമ്പോൾ ഇറങ്ങി. അങ്ങനെ കുറച്ച് പുതിയ ഹൈവേയിലേ പോയി. ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയണ്ടേ പഴയങ്ങാടി വഴി പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വഴിയൊന്നും ഞാനിങ്ങനെ കാര്യമായിട്ട് പറയൊന്നും വേണ്ട. എന്താ വെച്ചാൽ ഇതെല്ലാം എല്ലാവരും പോയ വഴി തന്നെ, എല്ലാവർക്കും അറിയുന്നത് തന്നെ. എന്നാലും ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ചെറുകുന്ന് അമ്പലമെല്ലാം കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ ചായ കുടിക്കണം. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ട്. കുറച്ച് പഴയ ഹോട്ടലാണ്. ഇവിടെയാണ് നമ്മളെ എന്താണെന്ന് പറയണ്ടേ അവലിസ്തിരി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലും എല്ലാം വന്ന ഒരു ഐറ്റം ഉണ്ട്. ഞാനും ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ. അങ്ങനെ അവലിസ്തിരി കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമുക്ക് ഒരു 8:30 കണ്ണൂർ എത്തണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം 8 മണി ആയിന്. അതുകൊണ്ട് തന്നെ തിരക്കിട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ വടപട്ടണത്ത് നമ്മൾ വിചാരിച്ച പോലെ ബ്ലോക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ വടപട്ടണത്ത് നേരെ കളരിവാതിക്കൽ വഴി അലവിൽ ചാലാട് അങ്ങനെല്ലാം കടന്നിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ യാത്ര. അപ്പോൾ നമുക്ക് ആദ്യം പോകേണ്ടതെന്ന് വെച്ചാൽ കണ്ണൂർ ECHS പോകണം. ECHS പോയിട്ട് കുറച്ച് മരുന്നെല്ലാം എടുക്കാനുണ്ട്. എല്ലാം വാങ്ങിയിട്ട് നേരെ അടുത്തേക്ക് പോകുന്നു അറിയാം. ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത് കിംസ്റ്റ് എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലാണ്. പോകുന്നത് എന്ത് വെച്ചാൽ ഇപ്പോൾ ഒരു 10-20 ദിവസമായിട്ട് എൻ്റെ ഷുഗർ ഒരു കാരണവശാലും കുറയുന്നില്ല. 400, 370, 400 അതിൻ്റെ ഇടയിൽ എന്നെ ഇങ്ങനെ ചാടിക്കളിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കുറേ ദിവസമായി മെനക്കെട്ട് ഭയങ്കര ഡയറ്റ് നോക്കിയിട്ടും നല്ല നോക്കുന്നത്. അപ്പോൾ ഒന്നും മാറ്റില്ല. അപ്പോൾ ഇന്നലെ ഞാൻ വൈകുന്നേരം കണ്ണൂർ കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൂർ മൊയ്തു ഡോക്ടറെ ഞാൻ കാണിക്കല്. അപ്പോൾ ഡോക്ടറൊന്ന് അഡ്മിറ്റായിട്ട് ഇൻസുലിനെല്ലാം ഒന്ന് സെറ്റാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അഡ്മിറ്റ് ആവാൻ വേണ്ടി വന്നതാണ്. ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞിട്ട് കുറച്ച് മെല്ലെ തന്നെ പരിപാടി. അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് ആകുമ്പോഴത്തേക്ക് നമ്മളെ റൂമെല്ലാം റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ മൊയ്തു ഡോക്ടർ. അപ്പോൾ ഈ ഡോക്ടറെയാണ് ഞാൻ ഷുഗറിനെല്ലാം കാണിക്കൽ. അപ്പോൾ ബാക്കി എൻ്റെ ഷുഗറിൻ്റെ വിശേഷമെല്ലാം ഞാൻ നാളെ പറയാം കേട്ടോ.